ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഇന്ന് നമുക്ക് ഭഗവാനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഓണത്തിന് മുമ്പുള്ളതാണ് കേട്ടോ. അത് മാത്രമല്ല, എന്റെ അനിയന്റെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു. കുറച്ചു പേരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതിന് തൊട്ടു മുമ്പത്തെ ദിവസങ്ങളിൽ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ അതിന് ഒരു എൻഗേജ്മെന്റിന് ഞങ്ങളുടേതായ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് അതും പിന്നെ സാധാരണ ഒരു ദിവസം എങ്ങനെയാ പോണേന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്ന് കാണിക്കണേ കേട്ടാ. സത്യം പറഞ്ഞ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്താലോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നത്. എന്താന്ന് വെച്ചാ 3-4 ദിവസം അടുപ്പിച്ച് മഴ കാരണം മുടക്ക് കിട്ടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അന്നത്തെ ദിവസത്തെ വീഡിയോ ആണിത്. കുറച്ച് നാളായി പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കണു. എഡിറ്റിങ് തീരാത്ത കാരണം കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴാണ് എനിക്ക് പറ്റിയത്. ക്ഷമിക്കണം കേട്ടോ എല്ലാവരും. പിന്നെ ഉച്ചയ്ക്ക് പ്രശാന്തേട്ടൻ ഭക്ഷണം കഴിക്കാൻ എത്തില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ട് തന്നെ ഒരു സാമ്പാറും ചോറും മാത്രമേ ഞാൻ ഇന്ന് കുക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതിന് നമുക്ക് ഇതുണ്ട്, എന്താ പറയാ, ദോശയുണ്ട്. അപ്പൊ ദോശയ്ക്ക് സാമ്പാറാണെങ്കിൽ ഓക്കെ ആണല്ലോ. പിന്നെ ഇവർക്ക് എല്ലാവർക്കും ചമ്മന്തിപ്പൊടിയൊക്കെ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടുള്ള കുക്കിംഗ് ഒന്നും ഈ വീഡിയോയിൽ ഇല്ല കേട്ടാ. എന്താന്ന് വെച്ചാൽ വെളുപ്പിനെ ഞാൻ അതൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല. എഴുന്നേറ്റ് കഴിഞ്ഞ് പ്രശാന്തേട്ടൻ പോകാൻ പോകുമ്പോഴാണ് വിചാരിച്ചത് ഇന്നൊരു വ്ളോഗ് ആവാലോ, എന്തായാലും മുടക്കല്ലേ, കുട്ടികളൊക്കെ വീട്ടിലുണ്ടല്ലോ. അപ്പൊ കുട്ടികളുടെ വിശേഷവും പിന്നെ നമുക്ക് നിശ്ചയം വരുന്ന കാര്യങ്ങളും അതിനായിട്ടുള്ള ഒരുക്കങ്ങളും എല്ലാം കൂടിയിട്ട് നമുക്കൊരു വ്ളോഗ് ആക്കാന്ന് വിചാരിച്ചു കേട്ടാ. എന്താന്ന് വെച്ചാൽ ഇന്നലെ വരെ മുടക്കാന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടായില്ല. കിടന്നു കഴിഞ്ഞ് അലാറം അടിച്ച് ഞാൻ എഴുന്നേറ്റപ്പോഴാണ് മെസ്സേജ് കണ്ടത്. അല്ല, കിടക്കണേന് മുമ്പ് തന്നെ കണ്ടു നാളെ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അതിശക്തമായിട്ടുള്ള മഴയും കാറ്റും കാരണം ഇന്നലെ ഉണ്ടായിരുന്നില്ല, അതിന്റെ തലേന്നും ഉണ്ടായിട്ടില്ല കേട്ടാ. അപ്പൊ അതും കൂട്ടി ശനിയും ഞായറും കൂട്ടിയിട്ട് മൊത്തത്തിൽ കുട്ടികൾക്ക് മുടക്ക് കിട്ടിയത് 4-5 ദിവസം കണ്ട് കിട്ടിയെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുട്ടികളെ വിളിക്കേണ്ട, അവർ അറിഞ്ഞിട്ടില്ല കേട്ടോ ഒന്ന് മുടക്കാന്നുള്ളത്. അവർ എഴുന്നേൽക്കുമ്പോൾ പറയാന്ന് വെച്ചിട്ടാ വിളിച്ചിട്ടില്ല ഞാൻ അതുകൊണ്ട്. അപ്പൊ ഞാൻ വെച്ചാൽ എന്തായാലും സ്വസ്ഥമായിട്ട് ആരും ഇല്ലാത്ത ടൈമാണ്, വേഗം അടിച്ചു തുടക്കാന്ന് വെച്ചിട്ട് റോബീനെ രാവിലെ തന്നെ ഞാൻ ക്ലീനിങ്ങിന് വിട്ടു. അപ്പൊ ആള് വാക്യൂം ചെയ്ത് പൊടികളെല്ലാം എടുക്കും. ആള് എടുത്ത് കഴിഞ്ഞ സ്ഥലങ്ങളിൽ ഞാൻ തുടയ്ക്കും. അപ്പം ഇറയത്ത് ഞാൻ തന്നെ അടിച്ചു തുടയ്ക്കണം. എന്താ വെച്ചാൽ റോബീനെ ഇങ്ങോട്ട് കടത്തി വെച്ച് അവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ നിൽക്കണ്ടേ. അങ്ങനെ ചെയ്യാറില്ല. അവിടെ ഞാൻ തന്നെ അടിച്ച് ഞാൻ തന്നെ തുടച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇതേ ഹാള് റോബി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടുക്കളയിൽ വന്നിട്ട് ഇതേ ഫുള്ള് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡൈനിങ് ഹാളും തീർന്നിട്ടുണ്ട് റോബിയുടെ ക്ലീനിങ്. അപ്പം ഞാൻ എൻ്റെതായ ക്ലീനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മക്കൾ എഴുന്നേറ്റിട്ടാണ് എനിക്ക് പണികൾ വരുന്നുള്ളൂ കേട്ടാ. പിന്നെ ഒരു മീഷോ ഹോള് ഞാൻ ഇതിന്റെ ഇടയിൽ തന്നെ ഷൂട്ട് ചെയ്തു. പക്ഷെ ഇതിന് ലെങ്ത് ഭയങ്കര കൂടുതലായതുകൊണ്ട് ആ മീഷോ ഹോള് ഞാൻ ഇതിന്റെ ഒപ്പം ഇടണില്ല. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാട്ടോ. ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെയാണ് ഇടാറ്. 2 വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വീക്ക് തൊട്ട് ഞാൻ നോക്കട്ടെ 2 വീഡിയോ ഇടാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ എനിക്ക് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ എഡിറ്റിങ്ങിന് ഇരിക്കാനായിട്ട് ടൈം കിട്ടുന്നില്ല, അതാണ് കാര്യം. പിന്നെ ഞാൻ ജിമ്മിൽ പോവാണ്ട് ഇരുന്ന് എഡിറ്റ് ചെയ്യുകയൊക്കെ വേണം. അങ്ങനെ പോവാണ്ട് ഇരുന്നിട്ട് പോകുമ്പോഴേ ഭയങ്കര മേലുവേദനയാ. ഡോക്ടറെ വരെ കണ്ടു ഞാൻ മേലുവേദന എടുത്തിട്ട്. അപ്പൊ അതുകൊണ്ട് ജിമ്മിൽ പോക്ക് മുടക്കണില്ല എന്നാണ് ഇനി എൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ വീഡിയോ എടുക്കണ ദിവസമൊന്നും ജിമ്മിൽ പോയിട്ടില്ല കേട്ടോ, കുട്ടികൾ വീട്ടിലുള്ള കാരണം കൊണ്ട്. അവര് വീട്ടിലുള്ളപ്പോൾ നമുക്ക് ജിമ്മിൽ പോകാനൊന്നും പറ്റില്ല. കുട്ടികൾ ക്ലാസ്സിൽ പോണ ദിവസം എല്ലാം ജിമ്മിൽ പോകും. പിന്നെ എന്തെങ്കിലും വേറെ ഷൂട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോവാൻ പറ്റില്ല, അങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ ഇറയും അടുക്കളയും ഡൈനിങ് ഹാളും ഒക്കെ തുടച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഹാളൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇടണം. പിന്നെ മൊത്തത്തിൽ അങ്ങനെ കുറെ ചവറും ഇതൊന്നും കിടക്കില്ല. അപ്പാപ്പ ക്ലീൻ ചെയ്ത് പോകും. കുട്ടികളാണെങ്കിലും എന്തെങ്കിലും എടുത്തിട്ടാൽ തന്നെ അവരെ കൊണ്ട് തന്നെ എടുത്ത് വെപ്പിക്കും. അതുകൊണ്ട് തന്നെ അവർ കുറെ സംഭവങ്ങളൊന്നും എടുത്തിട്ട് അലങ്കോല ആക്കില്ല. എന്ന് വെച്ചാൽ അവർ തന്നെ ക്ലീൻ ചെയ്യേണ്ടി വരുന്ന അവർക്ക് അറിയാം. അതുകൊണ്ട് പിന്നെ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ ഒന്നും അങ്ങനെ വൃത്തികേടാവില്ല. ഇപ്പൊ 4 ദിവസമായിട്ട് ക്ലാസ് ഉണ്ടായില്ല. പിന്നെ ഞാൻ ഈ തുടയ്ക്കലൊക്കെ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ തുടയ്ക്കുള്ളൂ കേട്ടോ. ക്ലാസ് ഉള്ളപ്പോഴൊന്നും ഒട്ടും വൃത്തികേടാവില്ലല്ലോ. അങ്ങനെ തുടച്ച് നമ്മുടെ ഫാമിലി ലിവിങ്ങിൽ എത്തിയപ്പോഴാണ് അവിടുത്തെ ചെടികൾക്ക് വെള്ളം ഇല്ലാന്ന് എനിക്ക് തോന്നിയത്. കുറച്ച് വെള്ളം ആവാൻ തോന്നി. അപ്പൊ ഞാൻ പിന്നെ വെള്ളം ഒഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ മീന് തീറ്റയൊക്കെ കൊടുത്തു. വെള്ളം ഞാൻ ഒഴിക്കുന്നത് ഏതിലാണെന്നറിയോ? നമ്മൾ ഈ വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, അത് നമ്മൾ വലിയ ടിന്നാണ് വാങ്ങുക. 5 ലിറ്ററാന്ന് തോന്നുന്നു. അപ്പൊ ആ കുപ്പി കളയാനുള്ള മടിക്ക് ഞാൻ അത് എടുത്തു വെക്കും. അതിനൊരു പിടുത്തൊക്കെ ഉണ്ട്, സുഖമായിട്ട് അതുമ്മ പിടിച്ച് നമുക്ക് വെള്ളം എടുത്ത് ഇങ്ങനെ നനയ്ക്കാം. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ടോപ്പുമ്മ അതിന്റെ അടപ്പിൽ ഓട്ട കുത്തിയിട്ടൊക്കെ നനയ്ക്കാം. പക്ഷെ കൊണ്ടുപോണ സ്ഥലം മൊത്തം വെള്ളമാവണ പോലെ തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ അടപ്പ് ഊരി വെച്ചിട്ട് അതിൽ ഫുള്ള് വെള്ളം നിറച്ചിട്ട് ഒരു 2-3 തവണ കൊണ്ടുവന്ന് അവർക്ക് ഒഴിക്കും. അല്ലാതെ ഈ കുപ്പിയിലും ഇതിലും എടുക്കണേക്കാളും നല്ലോണം വെള്ളം അതിൽ കൊള്ളുമല്ലോ. അതുകൊണ്ട് അതിൽ തന്നെയാണ് ഈ ഇരിക്കണ കോട്ടിയാടിത്തെ ചെടികൾക്കും ഇപ്പൊ നനയ്ക്കണേ. എന്താ വെച്ചാൽ മഴയൊക്കെ വരുന്ന കാരണം എപ്പോഴും നനയ്ക്കേണ്ടി വരുന്നില്ല. ഇപ്പൊ മറ്റേ ക്ലോസ്ഡ് കോട്ടിയാട് ആയതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ കാണിച്ച ഫാമിലി ലിവിങ്ങിൽ നനയ്ക്കേണ്ടി വരുന്നത്. എന്ന് വെച്ചാൽ ഗ്ലാസ് ഇട്ടേക്കണ ആരം വെള്ളം വീഴില്ലല്ലോ.
പിന്നെ ഇപ്പൊ ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം വീഴുന്ന സ്ഥലമാണ്, വെയിലും ഡയറക്റ്റ് കിട്ടുന്ന സ്ഥലമാണ്. അപ്പൊ അത് എപ്പോഴും നനയ്ക്കേണ്ടി വരുന്നില്ല, ഇടയ്ക്ക് വല്ലപ്പോഴാണ് നനയ്ക്കേണ്ടു. മഴക്കാലത്ത്, വേനൽക്കാലത്ത് ഡെയിലി നനയ്ക്കേണ്ടി വരും കേട്ടോ. അതുപോലെ തന്നെ വെയിലും കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട്. അങ്ങനെ ഇതാ വേസ്റ്റ്, കിച്ചൺ വേസ്റ്റ്, കിച്ചണിൽ വരുന്ന ഫുഡ് വേസ്റ്റ് ഒക്കെ ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കാറുണ്ട്. അതൊക്കെ പുറത്ത് കൊണ്ടുപോയി കളഞ്ഞു വന്ന വഴിക്ക് ഒരു നാളികേരൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്റെ പൊന്നെ, നാളികേരൊക്കെ കിട്ടി സൂക്ഷിച്ചു വെക്കണം. എന്തിട്ടാ വില ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് നാളികേരത്തിനൊക്കെ. പിന്നെ എല്ലാ ദിവസത്തെയും പോലെ ജാനു ഫസ്റ്റ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എന്നെ അന്വേഷിച്ച് കാണാണ്ടായിട്ട് ആ ഉറക്കപ്പിച്ചിൽ ആള് ഊഞ്ഞാലിൽ കിടക്കായിരുന്നു. അപ്പൊ തന്നെ ഞാൻ പല്ലേക്കാനും കാര്യങ്ങൾക്കും വിട്ടിട്ടുണ്ട്. അപ്പൊ ആള് പല്ലേച്ച് റെഡിയായി വരും. ഇപ്പൊ പല്ലേച്ച് കഴിഞ്ഞാ ഇന്ന് ക്ലാസ് ഇല്ല ജാനു. ഇന്നലെ കിടക്കണ വരെ ഞാൻ നോക്കിയപ്പോ മെസ്സേജ് വന്നിട്ടുണ്ടായില്ല. അത് കഴിഞ്ഞ് ഞാൻ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കിയപ്പോഴേ ഇന്ന് ക്ലാസ് ഇല്ലാന്ന്. രക്ഷപ്പെട്ടൂല ജാനു. എത്ര ദിവസമായി മുടക്ക്? സാറ്റർഡേ, സൺഡേ, ഇപ്പൊ മൺഡേ, വെള്ളിയാഴ്ച ഉണ്ടായില്ല അല്ലേ? ഫ്രൈഡേ ഉണ്ടായില്ലല്ലോ. അതിപ്പോ ചേട്ടന് എക്സാം എഴുതേണ്ടി വരില്ല എന്ന് തോന്നുന്നുണ്ട്. എക്സാം ഒക്കെ മാറ്റി വെച്ച് ഇനിയിപ്പോ മറ്റന്നാ എക്സാം എഴുതാനും പറ്റില്ല. എന്താ വെച്ചാ മറ്റന്നാ നിശ്ചയല്ലേ അമ്മാമ്മന്റെ, അടിച്ചു പൊളിക്കണ്ടേ നമുക്ക്. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ അറിയില്ല. നീ പറഞ്ഞപ്പോ ഞാൻ ആ ഒരു ഓളത്തിൽ അത് മൊത്തത്തിൽ അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളൂ. ബേബി ചേട്ടനില്ലല്ലോ. ചേട്ടനെ അച്ഛനെ മറ്റേ ഇതില്ലടി വാച്ച്, നംശുവിന് ഗിഫ്റ്റ് ചെയ്ത ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ച്, ആ വാച്ച് എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴേ നംശു അത് അടുത്ത് വെച്ചേക്ക അലാറം കണ്ട് സെറ്റ് ചെയ്തിട്ടാ. അത് എടുക്കുമ്പോ നംശു അറിഞ്ഞു തീട്ടാ. അവരാ ഇടി ഇന്ന് ഞാൻ നംശുവിന്റെ വാച്ചാ കെട്ടണതേ. അവനറിയണ്ടാട്ടാന്ന് അച്ഛൻ കണ്ടുട്ടാ. അവൻ കണ്ണുറന്നത്. എന്നിട്ട് കാണാത്ത പോലെ പറയാ, ഞാൻ ഇന്ന് നംശുവിന്റെ വാച്ചാട്ട കെട്ടണേ, നീ അവനോട് പറയണ്ടാട്ടാ. അപ്പൊ നംശു പറയാ, ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്, എന്റെ വാച്ച് കേട്ടിട്ടുണ്ട് അവിടെ അച്ഛൻ. എന്നിട്ട് പിന്നെ കൊടുത്ത് അച്ഛൻ അതൊന്ന് കെട്ടിട്ട് പോയത്. അച്ഛൻ നേരത്തെ പോയി. നീ അറിഞ്ഞത്? നീ നല്ല ഉറക്കായിരുന്നു. പിന്നെ ഫുഡ് അടിച്ചാലോ ജനബേബി? ഫുഡ് അടിച്ചാലോ? കേട്ടാ നീ? ഒന്നും പറയരുത് ജോന. ഫുഡ് അടിക്കാൻ ഞാനും അച്ഛനോട് വഴക്ക് കൂടിയിട്ട് ചേട്ടനോട് പറയില്ലേ ആ സൗണ്ടിലല്ലേ പറഞ്ഞേ, കേട്ടു. സ്വീറ്റ് ആയിട്ടല്ലേ? പറയണ്ടാട്ടാ, നംശുവിനോട് പറയണ്ടാട്ടാ. അങ്ങനെ നല്ല സൗണ്ടിലായിരുന്നു ഫുഡ് അടിക്കാൻ. നീ ഇത് കൊണ്ടുവച്ച ചെറുപ്പ്. നല്ല സൗണ്ടിലായിരുന്നു. ദോശ കഴിക്കാൻ ജാനു. ദോശ 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 കുട്ടി കുട്ടി റോബോ, കുട്ടി റോബോ പറയണല്ലേ, കുട്ടി കുട്ടി ദോശ. എടി ഇത് കണ്ടാ ജാനു? നമ്മുടെ ഹൈലൈറ്റ് മാളിന്ന് വാങ്ങിച്ചില്ലേ, വില കുറവിന്. നാശമായി പോയി. എനിക്ക് തോന്നതേ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞങ്ങള് ഹൈലൈറ്റ് മാളില് റേറ്റ് കുറവുണ്ടല്ലോ, ഓഫർ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ അവക്കാടോ വാങ്ങിച്ചിട്ടുണ്ടായേ. പക്ഷെ അവക്കാടോ ഇവിടെ വന്നിട്ട് ഒരു സൈഡ് ചതഞ്ഞിട്ടാണോന്ന് അറിയില്ല, ഈ ഇതിന്റെ അതെ കടഭാഗത്ത് നിന്ന് കണ്ടോ, കടഭാഗത്ത് നിന്ന് ചീഞ്ഞു വരുന്നു. ഒരെണ്ണം അങ്ങനെ പകുതി ചീഞ്ഞു, എന്നാലും പകുതി കിട്ടും തോന്നുന്നുണ്ട്. കിട്ടാച്ച നമുക്ക് അവിടെ അവക്കാടോ ഷേക്ക് അടിക്കാം. ഇവിടെയൊക്കെ തിന്നാൻ പറ്റും കണ്ടോ. അതാ ഞാൻ മുറിച്ച് വെച്ചേക്കണേ ഓർക്കാൻ വേണ്ടിട്ട്. അതിന്റെ പകുതി എടുത്തിട്ടേ കറി അല്ല ഇതൊന്നും. അതിന്റെ കടഭാഗം തേടി ഇവിടെ ഒരു കളർ വരണുണ്ടോ? കാണിച്ചു കൊടുക്കാം. ദേ ഇതിന്റെ കടഭാഗത്തെ, ഇതിന്റെ കടഭാഗം കണ്ടോ ചീഞ്ഞു വരുന്നു. വൈ ഇടൊന്നും എന്തായാലും ആ പൈസ പോയി. പക്ഷെ വില കുറവായിരുന്നു. 1 കിലോന്
190 അങ്ങാണ്ട് ഉണ്ടായുള്ളൂ. അതിൽ നിന്ന് 2 എടുത്ത ഞാൻ. അതുകൊണ്ട് വലിയ നഷ്ടമായില്ല. അല്ലെങ്കിൽ 100-300 രൂപയൊക്കെ ഉണ്ടാവാറുണ്ട്. വെയിലടിക്കണമൊക്കെ അല്ലേ അവിടെ നിങ്ങട് ആയിട്ടില്ല. മുരിയണ്ടേ അമ്മൂമ്മ അന്ന് പറഞ്ഞില്ലേ, അയ്യോ ദോശ ഇത്തിരി കരിഞ്ഞു, അമ്മാമ്മനോട് പറയണ്ടാന്ന് പറഞ്ഞില്ലേ. അപ്പൊ അമ്മ പറഞ്ഞില്ലേ, ദോശ നന്നായിട്ട് മുരിഞ്ഞതാണ് കേട്ടാ, കരിഞ്ഞതല്ല കേട്ടാ എന്ന് പറഞ്ഞില്ലേ. പറയും നിന്നോടല്ലടി ഞാൻ പറഞ്ഞ കരിഞ്ഞ കാര്യം പറയണ്ടാന്ന് അമ്മൂമ്മ. അപ്പൊ ഞാൻ കരിഞ്ഞു എന്ന് പറഞ്ഞില്ലല്ലോ, മുരിഞ്ഞു എന്നല്ലേ പറഞ്ഞ ഞാനും. ഞാൻ പറഞ്ഞാ ദോശ കരിഞ്ഞിട്ടില്ല കേട്ടാ, മുരിഞ്ഞതാണ് കേട്ടാ, നന്നായിട്ട് മുരിഞ്ഞ ദോശ കേട്ടാ എന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. എന്നിട്ട് അമ്മൂമ്മ പറയാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേടി അവനോട് പറയണ്ടാന്ന്, കരിഞ്ഞു ഞാൻ മുരിഞ്ഞതാന്ന് പറഞ്ഞോളാന്ന്. ഞാൻ മുരിഞ്ഞതാന്ന് തന്നെയല്ലേ പറഞ്ഞേ. പക്ഷെ അമ്മാമ്മന് കാര്യം മനസ്സിലായി. നീ അത് എടുത്ത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ദോശ മുരിഞ്ഞതല്ല കരിഞ്ഞതാണ്. അത് അങ്ങോട്ട് മാറ്റി വെച്ചു, എനിക്ക് നല്ലത് വേറെ ദോശ മതിന്ന്. എന്നിട്ട് പിന്നെ അത് സ്കൈക്ക് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. നീ ഉണ്ടായില്ലോ, നീ ഉണ്ടായില്ലേ? ഇല്ല, നേരത്തെ അമ്മൂമ്മയുടെ ദോശ പോലെ അല്ലേ, നന്നായി അങ്ങോട്ട് മുരിയും. ഇതിന് കളർ വന്നിട്ടില്ലേ? ജാനുവിന് ഇഷ്ടം കുട്ടി ദോശയാണ്. അപ്പൊ നമുക്ക് കുഞ്ഞു കുഞ്ഞു കുട്ടി ദോശ ഉണ്ടാക്കാം. മതിയോ? ഒരെണ്ണം വെറുതെ ഒഴിക്കും, ഒരെണ്ണം ഒരു തുള്ളി ആമ്മ കൊറേ എണ്ണയില്ല, അതൊക്കെ എനിക്ക് വേണേ. അതെല്ലാം മറിച്ചിട്ടോട്ടാ. മറിച്ചിട്ടില്ലേലും കുഴപ്പമില്ല, അങ്ങനെ തുള്ളി വീഴുന്നത്. അപ്പൊ അത് മറിച്ചിടണ്ട, എനിക്ക് ആ ഏറ്റവും കുഞ്ഞിതിൽ ഓക്കേ. നടുവിലിരിക്കണത് ഒരെണ്ണ ഇടാമപ്പോ 1, 2, 3 4 ആയില്ലേ? 5 അത് കൂട്ടാൻ പറ്റില്ല, അത് ഭയങ്കര കുഞ്ഞിതാ. എനിക്ക് വേണം, അതിപ്പോ ആയിട്ടില്ല ആവണുള്ളൂ. ഇതല്ലേ, ഇതാണോ ജാനു? കിട്ടി. ഇത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പാട്ട് വെച്ചില്ല നമ്മള്. പാട്ട് വെക്കണ്ട. പാട്ട് ഇപ്പൊ വീഡിയോ എടുക്കുമ്പോ വെക്കാത്ത എന്താന്നാ, കോപ്പിറൈറ്റ് അടിച്ചാലോ വെച്ചിട്ട്. എനിക്ക് ഇതിലെ സെറ്റപ്പ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് അറിയില്ല. അതൊക്കെ പഠിച്ചെടുക്കണം. തുള്ളിദോശയോ? തുള്ളിദോശ അടുത്തേലും ഇടൂല്ലോ, ഒരു തവണയും കൂടി ഉണ്ടാക്കും. അപ്പൊ തുള്ളിദോശ തരാം. ഒരു തവണയും കൂടി ഉണ്ടാക്കുമ്പോഴേ തുള്ളിദോശ തരാം കേട്ടോ. നിന്റെ ഒരു കുട്ടി ദോശ. ജാനുവിന്റെ കുട്ടി ദോശ. ഞാൻ കഴിച്ചോ? ഇനി ഞാനേ മീഷോ ഹോള് വീഡിയോ എടുക്കട്ടെ കേട്ടാ. നീ കയറിയിരുന്നോ? മീഷോന്ന് വാങ്ങിച്ച കുറച്ച് സംഭവങ്ങള് കാണിച്ചു കൊടുക്കാനാ. ഓക്കെ, പോട്ടെ. ഞാൻ ഫുള്ള് കഴിച്ചോട്ടാ. വെള്ളം വേണ്ടേ? ഒരു മീഷോ ഹോള് ഷൂട്ട് ചെയ്തതിന്റെ മേളാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്കേ ഇതൊക്കെ ഒന്ന് മടക്കി വൃത്തിയായിട്ട് വെക്കണം. ഒക്കെ മടക്കി എടുത്ത് വെക്കാം നമുക്ക്. ഡ്രസ്സുകളെല്ലാം നിങ്ങൾ മീഷോ ഹോളിൽ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാൻ ഈ വ്ളോഗിന്റെ കൂടെ തന്നെ മീഷോ ഹോൾ ഇടും, അല്ലെങ്കിൽ മീഷോ ഹോൾ ചിലപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഇടുക. എന്ന് വെച്ചാൽ വല്ലാതെ ലെങ്ത് അങ്ങോട്ട് കൂടി പോകണൂല്ലേ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻ്റെ വീഡിയോക്ക് ലെങ്ത് കൂടുതലാന്ന്? എനിക്ക് തോന്നുന്നു, ആരും പറഞ്ഞിട്ടല്ല, എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഇത്രയും ലെങ്ത് വേണ്ടാന്നുണ്ടെങ്കിലും കമന്റ് ഇടണം. ഇത്രയും ലെങ്ത് വേണം ചേച്ചി, ഇതിലും ലെങ്ത് വേണം എന്നുള്ളവരും കമന്റ് ഇട്ടോളൂ കേട്ടാ. അപ്പൊ മീഷോ ഹോളൊക്കെ കണ്ട അഭിപ്രായങ്ങൾ പറയണം. നമുക്ക് ഇങ്ങനത്തെ ഹോളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതിങ്ങനെ ഈ തുണികൾ മടക്കല്ലാണ് ഏറ്റവും വലിയ പണി. പിള്ളേരോട് പറഞ്ഞാൽ പിള്ളേര് ചെയ്തു തരും, പക്ഷെ നമശി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഇന്ന് മുടക്കല്ലേ, അപ്പൊ ഞാൻ വിളിക്കാനും പോയില്ലേ. ഇന്നും ഒരു നേരത്തെ എഴുന്നേറ്റ് പോവല്ലേ, അപ്പൊ ഈ മുടക്കുള്ള ദിവസം അവിടെ കിടന്നുറങ്ങിക്കോട്ടെ എന്ന് വെച്ചു. പക്ഷെ ജാനു നേരത്തെ എഴുന്നേറ്റ് പോന്നു കേട്ടോ. ജാനുവിന് എന്റെ പോലെയാ, കുറച്ച് വെളിച്ചം അടിച്ചു കഴിഞ്ഞാ പിന്നെ ആളുറങ്ങില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പൊ മീഷോയിൽ ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മൾ നന്നായി നോക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അടിപൊളി പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. അയ്യോ, നല്ല ടോപ്പുകളാണ് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, മീഷോ ആണ് എൻ്റെ ഫേവറേറ്റ്. മിന്ത്ര ഉണ്ട്, ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്. എന്നാലും എനിക്ക് മീഷോയോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്.
എന്താ വെച്ചാൽ ഞാൻ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം നല്ലതാണ് മീഷോന്ന്. ഞാൻ വാങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് അതില് നോക്കി റിവ്യൂ നോക്കി അങ്ങനെയൊക്കെ ഞാൻ വാങ്ങാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ എനിക്ക് അനുഭവം ബാഡ് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആ കഫ്താൻ ഇപ്പൊ ഇതുപോലത്തെ കഫ്താനിന്റെ റെഡും ഗ്രീനും കൂടി ഓർഡർ കൊടുത്തിട്ടുണ്ടായി. അതെനിക്ക് തരാതെ തന്നെ ഡെലിവറി ആയി എന്നാണ് അതിൽ കാണിക്കണേ. അത് ഞാൻ അതിൽ പിന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡെലിവറി ആയിട്ടില്ലെങ്കിൽ കൊടുക്കാം, നമുക്ക് ഐറ്റം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ട് അങ്ങനെ കൊടുത്തു. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ലല്ലോ, കിട്ടാത്തത് കിട്ടിയെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. പക്ഷെ കിട്ടിയ ഐറ്റംസ് എല്ലാം നല്ല ഐറ്റംസ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കണേ. ഇനി പേപ്പറുകളെല്ലാം നമുക്ക് പേപ്പർ വേസ്റ്റിലും പ്ലാസ്റ്റിക്കുകളെല്ലാം പ്ലാസ്റ്റിക് വേസ്റ്റിലും കൊണ്ടുപോയി ഇടണ ചടങ്ങാണ് ഇനി. അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒതുക്കി എടുത്ത് വെക്കട്ടെ. എൻ്റെ മൈക്ക് കഴിഞ്ഞില്ലേ പരിപാടി. അപ്പൊ നമ്മുടെ ഒതുക്കല് കഴിഞ്ഞിട്ടുണ്ട്. നമശിവ എഴുന്നേറ്റ് കിടക്കവിരി അലക്കാനിടാൻ പോവാണ് അല്ലേ നമശു? നമുക്ക് ഈ വിരി വിരിക്കാം. ജാനു ഇത് എന്റെ റൂമിൽ കൊണ്ടുവച്ചിട്ട് വരൂ. നീ തലോണ കവറിട്ടോ. നല്ല വെയിലില്ല അവിടെ നിന്ന് ഇങ്ങോട്ട്. അപ്പൊ നമുക്ക് കിടക്ക വിരിക്കാം. ഇനി ഈ തലോണ കവർ ഇട്ട് കഴിഞ്ഞിട്ടേ കിടക്ക വിരിക്കാം. ജാനു നംശയും കൂടി വിരിച്ചു. അപ്പൊക്ക് ഞാൻ പോയിട്ട് അലക്കാളത് ഇടാം. ഓക്കെ ജാനു ഈ തലോണകള് ആ ബാബിന്റെ അമ്മ കൊണ്ടുപോയിക്ക് വിരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ട് ഇട്ടാൽ മതി. ഓക്കെ ഇതുകൊണ്ടാ നീയും കൂടി ഒന്ന് വൃത്തിയായിക്കോട്ടെ വെച്ചു. അങ്ങോട്ട് കൊണ്ടൊക്കെ ജാനു. ആ പരിപാടി കഴിഞ്ഞില്ലേ? ഇതും കൂടി വിരിച്ച എവിടെയാ മറ്റേ തലോണ ചെറുത്? അപ്പൊ നമ്മുടെ ബെഡ് മതി. വിട്ടോ വിട്ടോ. സെറ്റല്ലേ? ഓക്കെ മതി മതി, അത്രേ ഉള്ളൂ, അത്ര എത്തുള്ളൂ. ഇതിന് വീതി കൂടുതലാ ബെഡിന്. ബാ കഴിഞ്ഞു പരിപാടി. ഇവിടത്തെ പരിപാടിയും കഴിഞ്ഞു. ഇനി നമുക്ക് പഴയ ബെഡ്ഷീറ്റുകള് അലക്കാനിടാം. പൊട്ടെ പൊട്ടെ വണ്ടി പൊട്ടെ ഇട്ടോളോ മെഷീനില്. ഞാനിപ്പോ ഈ സിമ്മ് കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാലേ, ആരും ഇത് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് കൊളാബൊന്നും അല്ല കേട്ടാ. ഇത് കൊണ്ടുവന്ന കുട്ടി നമ്മുടെ വ്ളോഗൊക്കെ കാണാറുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബറാന്നൊക്കെ പറഞ്ഞേ. അശ്വതി എന്നാണോ പേര്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇത് എടുത്തന്ന് ഞാൻ ഇത് ഓർത്ത് വെച്ചതാണ് പേര്, ഇപ്പൊ എനിക്കത് ഓർമ്മ വരുന്നില്ല. അപ്പൊ ആ കുട്ടിയുടെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് എടുത്തു വെച്ചത്. പിന്നെ ഞാൻ ഈ സിം എടുക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ഐഫോൺ വാങ്ങിച്ചപ്പോഴേ ഒരു സിമ്മിന്റെ ആവശ്യം കൂടി വന്നു. പിന്നെ ജിയോ ആവുമ്പോ എന്താ ഗുണം എന്ന് വെച്ചാൽ, ജിയോ ആപ്പിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും. പൈസ നമ്മൾ പേയ്മെന്റ് ചെയ്താൽ മതി. നമ്മൾക്ക് അവരുടെ സ്റ്റാഫ് വന്നിട്ട് സിമ്മ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും. അപ്പോൾ ആധാർ കാർഡും ഫോട്ടോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അവർ വന്ന് തരിക. ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സിമ്മ് കാണിച്ചത് കേട്ടാ. ഇന്ന് നല്ല മഴയാന്നും പറഞ്ഞിട്ട് എക്സാം പോലും മാറ്റി വെച്ച് മുടക്ക് തന്നതാ. ഇന്നത്തെ വെയില് നോക്കിയേ. എന്റെ താമസിവേ കുളിച്ചു കഴിഞ്ഞാ? ഇന്ന് നിങ്ങക്ക് മുടക്ക് തന്നത് എന്തിനാ അതാ ഞാൻ ചോദിക്കണേ. നല്ല മഴയും കാറ്റായി. ഇത് രാവിലെ ഉണ്ടായിട്ടാ, പറഞ്ഞിട്ട് കാര്യമില്ല. രാവിലെ നല്ല ഇരുണ്ട് കൂടി മഴയൊക്കെ ഉണ്ടായി. പക്ഷെ ഇപ്പൊ എന്തൊരു വെയിലാ നോക്കിയേ. ആവശ്യം ഉണ്ടാക്കിക്കോളൂ. എനിക്ക് കൊടകര പോണം, അമ്മാവന്റെ നിശ്ചയല്ലേ. ഒന്ന് ത്രെഡ് ഒക്കെ ചെയ്തിട്ട് വരണം. ത്രെഡ് എന്റെ പിരിയൻ ഞാൻ തന്നെ ത്രെഡ് ചെയ്യാട്ടാ. മറ്റേ എന്താ പറയാ, ഹെയർ റിമൂവ് ചെയ്യണ മറ്റേ സംഭവമില്ലേ, ഒരു കത്തി പോലത്തെ ആ സാധനത്തിനോണ്ട് ഞാൻ തന്നെയാണ് എന്റെ ഇതൊക്കെ കളയുക. പക്ഷെ എന്തായാലും നിശ്ചയം എന്ന് പറയുമ്പോ ഒരു ഫംഗ്ഷൻ ഒക്കെ വരല്ലേ,
അപ്പൊ ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് സുന്ദരിയാവാന്ന് വിചാരിച്ചു. ഫേഷ്യൽ ഒന്നും ചെയ്യണില്ല കേട്ടാ, ത്രെഡിങ് ചെയ്യണം. പിന്നെ ഹെയർ കട്ട് ചെയ്യണോന്ന് ആലോചിക്കുന്നുണ്ട് നമുഷു. ചെയ്യാലേ, സുന്ദരിയാവല്ലേ. അപ്പൊ നീ അങ്ങനെയാണോ ഹെയർ കട്ട് ചെയ്യാ നമുഷു? ഞാനൊന്ന് ഹെയർ കട്ട് ചെയ്യണ പോയിട്ടേ ഇത് പോയി തോരിടാ, ഇത് ഉണക്കാനിടാ. മുടി ഒന്ന് ചെടയൊക്കെ തീർത്തി ഇരിക്കോ. ഞാൻ എന്നിട്ട് വന്നിട്ട് റെഡി ആവാൻ പോവാനായിട്ട്. ജാനു ആ മീഷോന്ന് വന്ന ആ ഡ്രസ്സ് തന്നെ എടുത്തിട്ടേക്ക് കേട്ടാ, പുത്തൻ ഡ്രസ്സ് ഇട്ടാണ്. ഇനിയിപ്പൊ അതിട്ട് തന്നെ പോയാ മതി, ഡ്രസ്സ് മാറണ്ട. വെയില് കാണിച്ചു തരട്ടെ ഞാൻ. ഇന്ന് മഴ ദിവസാന്ന് പറഞ്ഞ് മുടക്ക കൊടുത്തേക്കെന്താ. വെയില് നോക്ക്, കണ്ടോ നല്ല വെയിലാ പുറത്ത്. നല്ല വെയിലാ. മുടക്ക് തന്നേക്കെന്താ. തമശുവിന് ഈ പേരും പറഞ്ഞ് കൊറേ മുടക്കായിട്ട് തമശു. എക്സാം ഒക്കെ മാറ്റി വെച്ചു തമശു. പഠിച്ചു കഴിഞ്ഞല്ലോ, അതൊരു സന്തോഷല്ലേ അല്ലേ തമശു? ഉണ്ടാക്കിക്കോ. ദേ അത് എടുക്കുക, ആയില്ലോ. അടുത്ത് പരുത്ത് ആയില്ലേ. നമശുവിന്റെ ദോശ ചൂടല് ഫേമസ് ആണ് നമശു. നിനക്ക് ഫാൻസ് ഉണ്ട് കേട്ടാ. ഇത് കണ്ട് ജാനുവിന് ദോശ ചൂടന്ന് പറഞ്ഞോണ്ടിരിക്കുക. ജാനു ആണെങ്കി എത്തില്ല. ജാനുവിന് മതി മതി. നൈസ്. അപ്പൊ ഞാൻ പോയി റെഡി ആവട്ടെ. നീ ദോശ ചൂട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്തോളില്ലേ. ഓഫ് ചെയ്തിട്ട് കഴിച്ചോട്ടാ. ചമ്മന്തിപ്പൊടി വേണ്ടേ? അത് സെറ്റാക്കി തരാം. ചമ്മന്തിപ്പൊടി വേണ്ടേ? സാമ്പാറുണ്ട് ടംശുവേ. ചൂടുണ്ടാവും. ചമ്മന്തിപ്പൊടി വേണോ സാമ്പാർ വേണേ ചമ്മന്തിപ്പൊടി ഇട്ടോ. നമ്മളിപ്പോ പോവല്ലേ, നീ കഴിച്ചതല്ലേ. ജാനു നീ നമുക്ക് പോവാ. ഇപ്പൊ പോയിന് നേരം വൈകണ്ട. അച്ഛൻ വരണം. അച്ഛൻ ഇപ്പൊ എപ്പോഴാ വരാ? അച്ഛൻ ലേറ്റ് ആവുമായിരിക്കും. എന്നാലും നമുക്ക് പോയിട്ട് വരാം. അപ്പൊ നംശിവ ഇരുന്ന് പഠിച്ചോട്ടെ എന്നിട്ട്. എക്സാം മാത്സ് അല്ലേ? അതാണ് കേട്ടോ ഇപ്പൊ പഠിക്കണ്ടേ. ഇത് മതിയാവില്ലടാ. ഇത്തിരി കൂടെ ആക്കണ? കളയരുതട്ടോ വെറുതെ. അത് ഇനി ദോശ കഴിക്കാൻ ആരും ഇല്ല, എല്ലാരും ദോശ കഴിച്ചു. ചമ്മന്തി അയ്യോ. ഇങ്ങനെ ചമ്മന്തിപ്പൊടി ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെന്ന് വെച്ചാൽ കുറച്ച് ചമ്മന്തിപ്പൊടി നല്ല ഉണ്ടാക്കണ സ്ഥലങ്ങളിൽ നിന്നല്ലേ. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് നോക്കിയിട്ട് ഒരു ദിവസം ഉണ്ടാക്കണം. ഇത് പ്രശാന്തേട്ടൻ എവിടെയോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവം ഉണ്ടാക്കണോടത്തുനിന്ന് പ്രശാന്തേട്ടൻ വാങ്ങിച്ചിട്ട് വന്നതാ. ഇവിടെ പ്രശാന്തേട്ടനും നംശുവിനും ജാനുവിനും ഒക്കെ ചമ്മന്തിപ്പൊടി ഇഷ്ടമാണ്. എനിക്കെന്തോ വലിയ താല്പര്യം ഇല്ല. എനിക്ക് ചമ്മന്തിപ്പൊടി കൂട്ടി ദോശ തിന്നാൻ ഇഷ്ടമല്ല. എനിക്ക് തക്കാളി ചമ്മന്തി കൂട്ടി കഴിക്കാൻ ഇഷ്ടം. അതും ഇവർക്ക് ഇഷ്ടം അല്ലേ. ഇടയ്ക്ക് ദോശയ്ക്ക് ഞങ്ങൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കും. ഇടയ്ക്ക് സാമ്പാറുള്ള ദിവസം വെച്ചാൽ സാമ്പാറാക്കും. പിന്നെ അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ദോശയുടെ കറികൾ ചെയ്യാട്ടോ. അപ്പൊ ചമ്മന്തിപ്പൊടിയൊക്കെ വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് എന്തെങ്കിലും തിരക്കുള്ള ദിവസമൊക്കെ ദോശ ഉണ്ടാക്കി അതിന് എന്താ കറിയെന്ന് ചിന്തിക്കേണ്ടല്ലോ. ചമ്മന്തിപ്പൊടി അങ്ങോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കലക്ക കൊടുക്കുക, ഈസി. അപ്പൊ ഞാൻ പോയി റെഡി ആവട്ടെ, നീ ദോശ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ഞാനും ജാനും കൂടി ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോവാണ്. കുടുംബമായിട്ടും പാരമ്പര്യമായിട്ടും കുറച്ച് കോലവും വൃത്തിയൊക്കെ കിട്ടിയതുകൊണ്ട് ബ്യൂട്ടി പാർലറിലൊന്നും പോണ്ടി വരാറില്ല. അങ്ങനെയല്ല, ബ്യൂട്ടി പാർലറിൽ പോക്ക് എന്തോ എനിക്ക് മടിയുള്ള കാര്യമാണ്. ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാൽ ഒന്ന് മുടി വെട്ടാനും പിരിയാൻ ത്രെഡ് ചെയ്യാനായിട്ടാണ് ഞാൻ മെയിനായിട്ട് പോവുക. പിന്നെ ഈ ഫേഷ്യൽ എന്ന് പറഞ്ഞ പരിപാടിക്ക് ഇത്രയും നേരം ഇരുന്ന് കൊടുക്കാനും ഇപ്പം ഈ മൂക്കിലും കണ്ണിലൊക്കെ പോണ രീതിയിലുള്ള സംഭവങ്ങൾ തേക്കുമ്പോൾ എനിക്ക് ഒട്ടും അൺസൈക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ വല്ല കസ്തൂരി മഞ്ഞളോ അങ്ങനെ എന്തെങ്കിലും മുൾട്ടാണി മുട്ടിയൊക്കെ ഞാൻ വീട്ടിൽ പ്രയോഗിക്കുന്നതല്ലാണ്ട് പുറത്ത് പോയി ചെയ്യൽ വളരെ കുറവാണ്. അതിന് ക്ഷമ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കാനായിട്ട്. അപ്പൊ അതേ മീഷോന്ന് എടുത്ത ആ ഡ്രസ്സ് ജാനു ഇട്ടപ്പോ ജാനു പറഞ്ഞു അമ്മയ്ക്കും ഉണ്ടല്ലോ യെല്ലോ മീഷോന്ന് എടുത്തത്, അതെന്നെ അമ്മ ഇടുന്ന് പറഞ്ഞിട്ടതേ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇട്ടിട്ട് കാണിക്കുന്നതാണ് കേട്ടാ. അപ്പൊ നമുക്ക് പോവാം. ഞാൻ പോവാൻ ഉദ്ദേശിച്ചത് കൊടകരയ്ക്കാണ്. കൊടകര ബസ്സിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഓട്ടോറിക്ഷയിൽ പോരാന്ന് വിചാരിച്ചേണേ. അപ്പോൾ നമുക്ക് പോവാം.
അങ്ങനെ നമ്മള് കൊടകര എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് എന്റെ മുടിയിൽ കാണിക്കണ കാര്യങ്ങൾ കണ്ടപ്പോ ജാനു പറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് മുടി വെട്ടണ്ടാന്ന്. എന്താന്ന് വെച്ചാ എനിക്ക് കുറച്ച് നീട്ടം ഉണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും മുടി ഇതുപോലെ നീട്ടം വെക്കും. ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ ഞാൻ വെട്ടും. അവരോട് കുറച്ച് വെട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ അവർ കുറേ വെട്ടിക്കളയും. എല്ലാ തവണ ഇത് ഇത്തിരി വെട്ടുള്ളൂ ചേച്ചി, ഇത്തിരി വെട്ടുള്ളൂ എന്നുകൊണ്ട് കാണിച്ചു തരും. വെട്ടി കഴിയുമ്പോൾ എന്റെ മുടി വെച്ചാൽ അവർ എന്തോരം നേരം ഇങ്ങനെ കാണിച്ചു കൂട്ടിയിട്ടാലും ഇത്തിരി കഴിയുമ്പോൾ ചുരുണ്ട് കയറി പോണ മുടിയാ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തോരം വെട്ടിയാലും ഭയങ്കര കുറവായിട്ട് തോന്നും. അത് കണ്ട വശം ജാനു പറഞ്ഞു, എന്റെ മുടി വെട്ടണ്ട, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ തന്നെ മതിയമ്മേ, എന്റെ മുടി വെട്ടണ്ട. അത്രയും കഷ്ടപ്പാട് കണ്ടപ്പോ ജാനു പറഞ്ഞു, എന്റെ അമ്മ വെട്ടിയാൽ മതി എന്ന് പറഞ്ഞു. എന്നാ പിന്നെ അമ്മ വീട്ടിലെത്തിയിട്ട് ഒന്ന് സെറ്റാക്കി വെട്ടാം. പിന്നെ ലെയറും കാര്യങ്ങളൊക്കെ വെട്ടിയാ അവളുടെ മുടി സ്കൂളിലേക്ക് കെട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. അവിടെ നിന്ന് ഇവിടുന്നൊക്കെ മുടി പുറത്തോട്ട് പോരും. അപ്പൊ അതിലും ഭേദം വെട്ടാത്തതാന്ന് ഞാനും പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, എന്നാ പിന്നെ വെട്ടണ്ട. പിന്നെ ഞാൻ എന്റെ വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് നിനക്ക് വെട്ടണോന്ന്. അപ്പൊ അവൾക്ക് ആകെ കൺഫ്യൂഷൻ ആയി. എല്ലാം കഴിഞ്ഞു ഇത്രയും നീട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴേ അതൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത് കേൾ ചെയ്തിട്ട് ലാസ്റ്റ് ഒരു വെട്ടിലും കൂടി വെട്ടി. അതാ ഞാൻ ചോദിച്ചത് വീണ്ടും വെട്ടുണ്ടാന്ന്. വളരെ ഇത്തിരി ഉള്ളൂ മേഡം, ഇത്തിരി ഉള്ളൂ, ഇതും കൂടി കളഞ്ഞാലേ ഭംഗിയുള്ളൂ എന്ന് പറഞ്ഞു. കാര്യം നല്ല സെറ്റപ്പ് ഒക്കെ ആക്കി അവർ ഇട്ടെന്നു. പക്ഷെ ഞാൻ അവിടെ നിന്ന് പോന്ന് വീട്ടിലെത്തിപ്പിക്കും എല്ലാം കൂടി ചുരുണ്ട് കയറിപ്പോയി. ഞാൻ കാണിച്ചു തരാം എന്തായാലും. ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കാട്ടുമ്പോ കൊള്ളാം, നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്നാലല്ലേ അത്ര സെറ്റപ്പ് ഉള്ളൂ. എന്റെ കയ്യിൽ സ്ട്രെയിറ്റ്നറും കേളറും എല്ലാം ഇരിക്കുന്നുണ്ട് വീട്ടില്. എന്നാലും എനിക്ക് എന്തോ മുടിയും അങ്ങനെ ചെയ്യാനൊരു പേടിയാണ്. ഇത് ഹീറ്റ് ചെയ്യല്ലേ എന്തൊക്കെ പറഞ്ഞാലും. അപ്പൊ മുടിക്ക് അത് കേടല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്ത് ഇടും. പക്ഷെ എങ്ങനെയൊക്കെ നോക്കിയാലും നമ്മള് പെർമനന്റ് സ്ട്രെയിറ്റും കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്യണേ. അതുകൊണ്ട് തന്നെ എന്റെ കേളി ഹെയർ ആണ്. കേളി എന്ന് പറയാൻ പറ്റില്ല, വെളിച്ചെണ്ണ വെച്ചാൽ നല്ല കേളിയാണ്, അല്ലെങ്കിൽ കുറച്ച് വേവിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇട്ടപ്പോ എനിക്ക് വലിയ ഇഷ്ടമായി. സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ഇട്ടപ്പോ എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഇത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ നിങ്ങൾ കാണണം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലധികം സംഭവം ഒന്നും പരീക്ഷിക്കാറില്ല മുടിമേ. എന്താന്ന് വെച്ചാൽ മുടിയിൽ സ്ട്രെയിറ്റ്നർ ഉണ്ട്, എൻ്റെ കയ്യിൽ കേളർ ഉണ്ട്, ഡ്രയർ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിട്ട് ചെയ്യുമ്പോഴേ ഈ ഹീറ്റ് ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ മുടി ഒന്നാമത് ഭയങ്കര ഡ്രൈ ആവണ മുടിയാ. അപ്പൊ അതും കൂടി ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, പൊട്ടി പൊട്ടി പോവും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. പിന്നെ ഞങ്ങളിത് അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി കൊടകര അങ്ങാടി ഫുൾ അങ്ങോട്ട് നടന്ന് കുറച്ച് പച്ചക്കറി ഇതൊക്കെ വാങ്ങാനുണ്ടായി. ഇനി ഫുഡ് ഇവിടെ നിന്ന് അടിക്കണം എന്ന് ജാനുവിന് വാശി. ഞാൻ പറഞ്ഞു പാർസൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാൻ ജാനു എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറയണു, വേണ്ട നമുക്ക് കഴിച്ചിട്ട് പോവാൻ, എനിക്ക് വിശക്കുണ്ടെന്ന്. അപ്പൊ പിന്നെ ഫുഡ് അടിക്കാനായിട്ട് കയറിയിട്ടാ. ഞാൻ അപ്പോഴും മുടി എൻ്റെ കുറെ പോയല്ലോ ദൈവമേ എന്ന് ആലോചിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, സ്റ്റൈലായി ഉണ്ട് എന്നുള്ളത് ഞാൻ തന്നെ പറഞ്ഞ് സമാധാനിക്കുകയാണ് ഞാൻ. അങ്ങനെ നമ്മൾ ഫുഡ് അടിക്കാൻ കയറിയപ്പോഴും അവിടെ നമ്മുടെ ഈ ഇരിക്കണേൻ്റെ ഓപ്പോസിറ്റ് ഒരു ചേച്ചി ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി എന്നോട് പറയാണ്, ജാനുക്കുട്ടി എന്താ ചേട്ടനെ കൊണ്ടുവന്നില്ലേന്ന്. അപ്പൊ ഞാൻ പിന്നെ അയ്യോ അതെങ്ങനെയാ അറിയണേന്ന് പറയാണ്, വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, സബ്സ്ക്രൈബർ ആണെന്നൊക്കെ പറഞ്ഞു വെച്ചിതാ. ആ ഭക്ഷണം കഴിക്കുന്ന ചേച്ചിയാണ് കേട്ടോ നമ്മുടെ ഓപ്പോസിറ്റ്. പിന്നെ അത് എടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാഞ്ഞതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇത്രയും പെട്ടെന്ന് നമ്മളെ ആൾക്കാർ തിരിച്ചറിയുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. അതൊക്കെ ഒരു 2 വർഷം കഴിയുമ്പോഴേ ആൾക്കാരൊക്കെ തിരിച്ചറിയുള്ളൂ എന്നാണ് വിചാരിച്ചത്. എല്ലാം പെട്ടെന്നായിരുന്നു മക്കളെ. അങ്ങനെ അതാ തിരിച്ചു പോകുന്നു. ആ ഓട്ടോറിക്ഷ കയറിയപ്പോൾ തൊട്ട് എൻ്റെ മുടിയുടെ സ്ട്രെയിറ്റ് ചെയ്തിട്ടതും എല്ലാം കഴിഞ്ഞിട്ടാ ഫുള്ള് കേൾ ചെയ്തിട്ട പോലെയായി. പിന്നെ ഞാനത് കെട്ടി വെച്ചു. ഞാൻ തന്നെ കെട്ടി വെച്ചപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് എൻ്റെ മുടി എന്തോരം പോയി എന്ന് മനസ്സിലാവണേ. അതാ ഞാൻ കരയണേ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമശിവിൻ്റെ റിയാക്ഷൻ എന്താന്ന് നോക്കാം. ഞങ്ങൾ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് നമശിവിന് ഞാൻ ഫ്രൈഡ് റൈസ് പാർസൽ ചെയ്ത് കൊണ്ടുപോകുന്നു കേട്ടോ. എൻ്റെ മോന് ജീവനാ ഫ്രൈഡ് റൈസ്. നമശിവാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായി, എന്തൊക്കെ കഴിച്ചാലും അമ്മേ എനിക്ക് ഇത്തിരി പാർസൽ ചെയ്ത് കൊണ്ടുവരണം കേട്ടാന്ന്. അപ്പൊ പിന്നെ ഞാൻ പാർസൽ ചെയ്ത് എടുത്തു കേട്ടാ. നമശിവിൻ്റെ റിയാക്ഷൻ കാണാം. എങ്ങനെയുണ്ട് ഗായ്സ് എന്റെ മുടി വെട്ടി? കണ്ണാടിയിൽ നോക്കി കഴിഞ്ഞാൽ ബാക്കിൽ നിന്നുള്ള വ്യൂ അറിയില്ലല്ലോ എന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കുന്നതാണ് കേട്ടാ മുടി വെട്ടിയത്. ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല.
എന്നാലും ഇപ്പൊ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു ബാക്കിൽ നിന്ന് കാണുമ്പോൾ. പക്ഷെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് മുടി പോയ പോലെ. അതിപ്പോ ഞാൻ വെട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാലേ വി ആയിരുന്നു ഓൾറെഡി ഞാൻ വെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ വി തന്നെ ലെയർ ആക്കാ ചെയ്തേ. അപ്പൊ അതുകൊണ്ടായിരിക്കും രണ്ട് സൈഡിൽ വല്ലാതെ മുടി പോയത് കൊണ്ടായിരിക്കും ഭയങ്കര കുറവ് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ല അല്ലെ. അവര് സ്ട്രെയിറ്റ് ചെയ്തിട്ടതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും പോയിന്ന്. ഞാൻ പിന്നെ ഒന്നും കൂടിയും ഈരി ഇങ്ങനെ ആക്കിയപ്പോഴാണ് കേട്ടോ ഇതുപോലെ ആയി. ശരിക്കും കേൾ ചെയ്ത പോലെ കിടക്കണ്ടായിരുന്നത്. അപ്പോ എന്റെ സ്വന്തം അനിയന്റെയാണ് എൻഗേജ്മെന്റ്. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളായിട്ട് ജസ്റ്റ് ഒന്ന് ഹെയർ കട്ട് ചെയ്ത് പിരിവൻ ത്രെഡ് ചെയ്ത് പോന്നിട്ടുണ്ട്. ഫേഷ്യലൊക്കെ ചെയ്യണമെന്ന് കുറെ ആലോചിച്ചു. പക്ഷെ അങ്ങനെ ഇരിക്കാനുള്ളൊരു മടി കാരണം കൊണ്ട് ചെയ്തില്ല. ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും കസ്തൂരി മഞ്ഞളോ മുൾട്ടാണി മിട്ടിയോ എന്തെങ്കിലും ഇട്ട് സെറ്റാക്കാം. അപ്പൊ ഇതൊക്കെയാണ് കേട്ടാ ഈ വിശേഷങ്ങള്. മീഷോ ഹോൾ അടുത്ത് തന്നെ ഇടാം. അപ്പൊ അടുത്ത വീഡിയോയിലേ നമുക്ക് അനിയന്റെ എൻഗേജ്മെന്റ് ഡീറ്റെയിൽസ് വീഡിയോ ആയിട്ട് ഇടാം. അപ്പൊ നമ്മുടെ വീട്ടുകാരെല്ലാവരും കാണാം. പിന്നെന്താ, അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ, സീ യു.